ഓർഡർ. സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരുന്നതും നെൽവയൽ തണ്ണീർത്തട മേഖലകളിലൂടെയും ജനവാസ കേന്ദ്രങ്ങളിലൂടെയും കടന്നുപോകുന്നതുമായ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തുന്നതും പരിസ്ഥിതി നാശം വരുത്തുന്നതുമാകയാൽ അതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സ്ഥിതിവിശേഷം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ എം കെ മുനീർ, സർവശ്രീ എ പി അനിൽകുമാർ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാളും ഏറ്റവും ഗൗരവമായി കണക്കിലെടുക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇത്തരത്തിലൊരു പ്രമേയം വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്ഥാനത്തെ റോഡുകളിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക്, റോഡ് അപകടങ്ങൾ, ഇതെല്ലാം പൊതുവിൽ ആളുകളിൽ വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ റോഡിലെ ഈ അനിയന്ത്രിതമായ വാഹനപ്പെരുപ്പം കാരണമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും ഒരു പ്രശ്നമായി നിൽക്കുക. നമ്മുടെ നാട്ടിൽ റെയിൽ വികസനം വളരെ മന്ദഗതിയിലുമാണ്. ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സംസ്ഥാനത്ത് യാത്ര ചെയ്യാൻ 16 മണിക്കൂർ വരെ എടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയാണ്. സർ, ഇതിന് മാറ്റം ആവശ്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം വെച്ചാൽ അതിനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗം അർദ്ധ അതിവേഗ റെയിലാണ്. അതിവേഗ റെയിൽ ഓടാൻ മാത്രമുള്ള ഒരു സംസ്ഥാനമല്ല നമ്മുടേത്. അതുകൊണ്ടാണ് അർദ്ധ അതിവേഗ റെയിൽ ആവുന്നത്. സർ, ഇവിടെ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂറിൽ യാത്ര ചെയ്യാൻ കഴിയുന്നൊരു പദ്ധതിയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നതിൽ ഒരു തർക്കവുമില്ല. സർ, ഇവിടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് റെയിൽവേ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കാനും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംയുക്ത സംരംഭങ്ങൾ ആരംഭിച്ചത് ഇതിനു വേണ്ടിയാണ്. ഇപ്പോൾ പരിശോധിച്ചാൽ നമ്മുടേതുൾപ്പെടെ 8 സംസ്ഥാനങ്ങൾ ഇത്തരം സംരംഭങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. 2017 ജനുവരിയിൽ 49% ഓഹരി റെയിൽവേയും 51% സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ 100 കോടി രൂപ ഇതിനായി വകയിരുത്തുകയുണ്ടായി. കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KRail എന്നൊരു സംയുക്ത സംരംഭം ഇതിനായി രൂപീകരിക്കുകയും ചെയ്തു. സർ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട റെയിൽവേ ലൈൻ കടന്നു പോകുന്ന മണ്ഡലങ്ങളിലെ ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങളുടെ മുൻപാകെ പദ്ധതിയുടെ വിശദാംശങ്ങൾ നേരത്തെ സർക്കാർ വിശദീകരിച്ചതുമാണ്.
ഇക്കാര്യത്തിൽ സുതാര്യമായ സമീപനമാണ് സർക്കാരിനുള്ളത്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർവേ നടത്തുന്നതിനായി ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയായ ലിഡാർ എന്ന റിമോട്ട് സെൻസിംഗ് സംവിധാനമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇത് സർവേക്കായുള്ള സമയം വളരെയേറെ ലാഭിക്കാൻ ഇടയാക്കുകയാണ്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും വളരെയേറെ കൃത്യതയോടെ വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഭൂമി ഏറ്റെടുക്കലിനായി 18 പോസ്റ്റുകളുള്ള 11 സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസുകളും 7 പോസ്റ്റുകളുള്ള ഒരു സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസും സർക്കാർ പുതുതായി സൃഷ്ടിച്ചിട്ടുണ്ട്. 205 പുതിയ തസ്തികകൾ. സർ, കാസർഗോഡ് ഒഴികെ 10 സ്പെഷ്യൽ ഓഫീസർമാർക്കും ചുമതല നൽകിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് 6 ജില്ലകളിൽ 6-1 നോട്ടിഫിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട്. സർ, ഭൂമി ഏറ്റെടുക്കലിന് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കും. അർഹമായ നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകുന്നതാണ്. അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. സർ, ഈ നിർദ്ദിഷ്ട പാത കടന്നു പോകുന്ന 11 ജില്ലകളിലെ ആരാധനാലയങ്ങൾ, പാടങ്ങൾ, കാവുകൾ ഇവയൊക്കെ പരമാവധി ബാധിക്കാത്ത രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. സർ, ഈ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ വീടുകൾ ഉൾപ്പെടെ 9314 കെട്ടിടങ്ങൾ, മൊത്തം കെട്ടിടങ്ങൾ, ഇത്രയും കെട്ടിടങ്ങളെയാണ് ബാധിക്കുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനായിട്ടുള്ളത്. സർ, 63,941 കോടി രൂപയുടെ ചെലവാണ് ഈ പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത്. 1383 ഹെക്ടർ ഭൂമിയാണ്, അത് പുനരധിവാസത്തിനുൾപ്പെടെയാണ് ആവശ്യമായി വരിക. ഇതിൽ 1198 ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ്. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മാത്രം 13,362 കോടി 32 ലക്ഷം രൂപ ആവശ്യമാണ്. കിഫ്ബി വഴി 2100 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനായി വകയിരുത്തുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിട്ടുണ്ട്. റെയിൽവേ ബോർഡ് പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് നീക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി 2021 ജനുവരി 15 നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സർ, ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളായ ജെയ്ക്ക ഉൾപ്പെടെ സാമ്പത്തിക സഹായം നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. AIIB, KFW, ADB എന്നീ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പദ്ധതിക്കായി ഇത്തരം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് നീതി ആയോഗും കേന്ദ്ര ധനമന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും ഇതിന് അംഗീകാരം നൽകിയിട്ടുമുണ്ട്. സർ, പദ്ധതി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുമെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾക്കായി കടമെടുക്കാത്ത ഒരു സർക്കാരും ലോകത്തെവിടെയുമില്ല. പശ്ചാത്തല സൗകര്യ വികസനം സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കും. അതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുമെന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. സർ, സംസ്ഥാനത്തുള്ളിലെ യാത്രാസമയം 4-1 ചുരുങ്ങുന്നത് ബിസിനസ്, സാങ്കേതിക,
ടൂറിസം മേഖലകൾ എന്നിവ ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളെയും പരിപോഷിപ്പിക്കും എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടാകില്ല. ഏറ്റവും സാങ്കേതികമായും സാമ്പത്തികമായും അതിലുപരി സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് ഈ പദ്ധതിക്കുള്ള അലൈൻമെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ഹെക്ടറിന് ഏകദേശം 9 കോടി രൂപ നഷ്ടപരിഹാരമായി കണക്കാക്കുന്നു. മാത്രമല്ല, ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് പാതയുടെ ഭൂരിഭാഗവും കടന്നു പോകുന്നത്. ഇതും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി പാത നിർമ്മിക്കാൻ കഴിയുന്ന കാസർഗോഡ് മുതൽ തിരൂർ വരെയുള്ള റൂട്ടിൽ പരമാവധി അതിന് സമാന്തരമായാണ് പുതിയ അലൈൻമെൻറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് ജനങ്ങൾക്കുള്ള അസൗകര്യവും പരിസ്ഥിതി ആഘാതവും ഗണ്യമായി കുറയാനിടയാക്കും. സർ, തിരൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള അലൈൻമെൻറ്റിൽ നെൽവയൽ തണ്ണീർത്തട പ്രദേശങ്ങൾ പരമാവധി ഒഴിവാക്കി എലിവേറ്റഡ് പാതയാണ് ഉദ്ദേശിക്കുന്നത്. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 115 കിലോമീറ്റർ പാടശേഖരങ്ങളിൽ 88 കിലോമീറ്റർ ആകാശപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ പാലങ്ങളും കൽവർട്ടുകളും ഇതിനായി നിർമ്മിക്കുന്നതാണ്. പദ്ധതിക്കായുള്ള വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് സിസ്ട്ര എന്ന ഏജൻസിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പദ്ധതിക്ക് പരിസ്ഥിതി ആഘാത പഠനം അനിവാര്യമല്ല. എന്നിരുന്നാലും പരിസ്ഥിതി ആഘാത പഠനം സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് മുഖേന നടത്തിക്കഴിഞ്ഞു. സർക്കാർ അതീവ ജാഗ്രതയാണ് ഇതിൽ പുലർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ഭൂമി ഏറ്റെടുക്കുന്നതിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഭവൻ രഹിതരാകുന്നുവെന്നാണ് പ്രമേയ അവതാരകൻ ഉന്നയിച്ചിട്ടുള്ളത്. സർ, മേൽപ്പറഞ്ഞതുപോലെ ഏറ്റെടുക്കൽ അർഹമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഇതിനാൽ ഭവൻ രഹിതരാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത്തരം പദ്ധതികൾ നിലവിൽ വരുമ്പോൾ തുടക്കത്തിലുണ്ടായ പ്രചരണവും ആശങ്കയും മറികടന്നുകൊണ്ട് അവ നടപ്പിലാക്കാൻ കഴിഞ്ഞ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യവും കാണാതിരിക്കരുത്. പദ്ധതി സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകളും പ്രശ്നങ്ങളും ദൂരീകരിക്കുന്നതിനും ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനും പബ്ലിക് ഹിയറിംഗ് നടത്തുന്നതാണ്. ഇതുകൂടാതെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന സെമിനാറുകളിലും കൂടിക്കാഴ്ചകളിലും പ്രസ്തുത വിഷയം അവതരിപ്പിക്കുകയും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ഇതെല്ലാം ഭൂമി ഏറ്റെടുക്കലിന് മുൻപാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ആശങ്കകൾ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്ന പ്രചരണങ്ങൾ നടത്തരുതെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നാടിൻ്റെ പൊതുവായ വികസനത്തിന് യോജിച്ചു നിൽക്കുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനു പകരം തെറ്റായ പ്രചരണങ്ങൾ നടത്തി പദ്ധതിയെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നാടിൻ്റെ വികസനത്തെ പിന്നോട്ട് നയിക്കാനേ സഹായിക്കൂ എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യവും ഉദിക്കുന്നില്ല. സർ. ഡോക്ടർ എം കെ മുനീർ. സർ, വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ള രീതിയിലുള്ള അങ്ങയുടെ സൂചന തികച്ചും ദൗർഭാഗ്യകരമാണ്. അങ്ങ് പറഞ്ഞു, ജനങ്ങളിൽ നിങ്ങൾ ആശങ്കയുണ്ടാക്കരുത്,
എന്നാൽ ജനങ്ങളുടെ ആശങ്കയാണ് ഞങ്ങളിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അങ്ങ് ദേശീയപാതയിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ പോകുമ്പോൾ അവിടെയെല്ലാം കുടുംബത്തോടു കൂടി വന്നിരുന്നുകൊണ്ട് അവരുടെ ഉപജീവനത്തിനും അവരുടെ ഭൂമിക്കും വേണ്ടി നടത്തുന്ന സമരങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. സർ, അങ്ങനെ ആരെങ്കിലും സമരം ചെയ്താൽ ചില ജില്ലകളിൽ അവർ തീവ്രവാദികൾ, ചില ജില്ലകളിൽ അവർ മാവോയിസ്റ്റുകൾ, ചിലയിടങ്ങളിൽ അവർ വലതുപക്ഷത്തിൻ്റെ പിണിയാളുകൾ എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല സർ. അത് സാധാരണ ജനങ്ങളാണ്, ആ വീട് നഷ്ടപ്പെടുന്നവരെയാണ് നമുക്ക് ആ റോഡുകളിൽ കാണാൻ സാധിക്കുന്നത്. ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരുകയും കരുത്താർജിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ ഇടത് ഭരണത്തിൻ്റെ അന്ത്യത്തിന് കാരണമായത് എന്നങ്ങ് മനസ്സിലാക്കണം. ഭൂവിനിയോഗവും വിതരണവും സംബന്ധിച്ച് പുതിയ കാല പ്രതിസന്ധികളെയും ചോദ്യങ്ങളെയും ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. കേരളയിലും തുരങ്കപാതയും പോലുള്ള മഹാനിർമ്മിതികൾ സംസ്ഥാനത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ ഊറ്റിക്കുടിച്ചുകൊണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. സർ, ഇപ്പോൾ തന്നെ നമുക്ക് എത്ര ഭൂമി ഉണ്ട്? 38,863 ചതുരശ്ര കിലോമീറ്റർ ഭൂമി. അതിൽ 1/6 നിർമ്മിത പ്രദേശമാണ്, ബിൽഡപ്പ് ഏരിയ. ശരാശരി കൈവശ ഭൂമി 2001 0.24 ഹെക്ടർ ആണെങ്കിൽ 2020 അത് 0.18 ഹെക്ടറാണ്. അതിൽ നിന്നാണ് 1383 ഹെക്ടർ സ്ഥലം കൂടി കവർന്നെടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സർ. സർ, ചില അക്കാദമീഷ്യൻസ് ഉണ്ട്, അവർ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ അറിയുന്നവരല്ല. അവരുടെ ഉപദേശങ്ങളിൽ അങ്ങ് വീണ് പോകരുത്. കാരണം ബുദ്ധദേവ ഭട്ടാചാര്യയെ ഉപദേശിച്ച അതേ ആളുകൾ തന്നെ കേരളത്തിൽ വന്ന് ഇപ്പം നമ്മളെ ഉപദേശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അക്കാദമീഷ്യൻസ് പലതും അവരുടെ എഴുത്തിൽ, അവരുടെ പ്രഭാഷണങ്ങളിൽ ഇടതുപക്ഷ മുദ്രാവാക്യം മുഴക്കുമെങ്കിലും അവരുടെ ആസൂത്രണത്തിൽ അവർ നവലിബറലുകളാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. സർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം 1959 കാലഘട്ടത്തിൽ നമ്മൾ കേട്ട്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. പക്ഷേ ഇന്നത്തെ മുദ്രാവാക്യം നിങ്ങൾ കൊയ്യും വയലെല്ലാം ജിക്കേഡ് കൊണ്ടുപോകും പൈങ്കിളിയെ എന്നായി മാറിയിട്ടുണ്ട്. സർ, ജിക്കയ്ക്ക് നമ്മൾ കൊടുത്താൽ ജപ്പാന് നമ്മൾ നമ്മുടെ ഭൂമി പണയപ്പെടുത്തുന്നതിന് സമമല്ലേ സർ? മാത്രമല്ല, ജിക്ക പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പണം തരണമെങ്കിൽ ഞങ്ങൾ തരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾ റെയിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ, ഞങ്ങളുടെ ട്രെയിനെ നിങ്ങളിലൂടെ ഓടാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ കൂടി അതിലുണ്ട്. അത് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സർ. സർ, ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നെൽപ്പാടങ്ങൾ, അതുപോലെ തന്നെ അല്ലെങ്കിലേ പ്രകൃതിക്ഷോഭമാണ്. ഇന്ന് നമ്മൾ കണ്ടു റെഡ് അലേർട്ട്, ഇനി വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ കടൽക്ഷോഭം, പിന്നെ മലയിടിച്ചിൽ, ഇതെല്ലാം നടക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഇനിയും 8 മീറ്റർ ഉയരത്തിലുള്ള എംബാങ്ക്മെൻറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി സർ? സർ പറയുന്നു ഇത് സാധാരണ സംഭവമാണ്, ആഗ്രയിലുണ്ട്, ഡൽഹിയിലുണ്ട്. സർ, അവിടെ പോലെയാണോ കേരളം? കേരളം ഒരു ചെറിയ തുണ്ട് ഭൂമിയല്ലേ? ആ ഭൂമിയിൽ പ്രകൃതിക്ഷോഭം വന്ന് നമ്മൾ എത്ര പ്രാവശ്യം ദുരിതം അനുഭവിച്ചു സർ? അതിൽ നിന്ന് നമ്മൾ കരകയറിയോ സർ? ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ ഷട്ടറുകളും ഉയർത്തിക്കഴിഞ്ഞു സർ. ഡാമുകളുടെയും ബാറുകളുടെയും ഒക്കെ ഷട്ടർ നമ്മൾ ഉയർത്തിക്കഴിഞ്ഞു സർ. പക്ഷേ എന്നിട്ടും വെള്ളം ഒലിച്ചു വരികയാണ് സർ. 5 പേര് ഇന്നലെ മരിച്ചു സർ. അങ്ങനെയാകുമ്പോൾ ഈ തുരങ്കപാതകൾ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ഒരു തുരങ്കപാതയിൽപ്പെട്ടിട്ട് ഒരു സ്ത്രീ കാറിൽ ആക്സിഡൻറ്റിൽ മരിച്ചു പോയത് വരെ നമ്മൾ വായിക്കുന്നുണ്ട് സർ.
ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ കേരളത്തിൽ ദുരന്തങ്ങൾ വിതക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അതിന് നമ്മൾ ബദൽ മാർഗങ്ങൾ കാണണം. ഈ മെഗാ പ്രോജക്റ്റുകൾക്ക് നമ്മൾ എതിരല്ല സർ. മെഗാ പ്രോജക്റ്റുകൾ പലതും കൊണ്ടുവന്ന ഒരു മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. പക്ഷെ ജനപക്ഷത്ത് നിന്ന് ജനങ്ങളുടെ വികാരത്തെ നമ്മൾ മാനിക്കട്ടെ സർ. ആദ്യം ആരാണ് എക്സ്പ്രസ് ഹൈവേ ജനങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ മാറ്റിവെച്ചു. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? ജനങ്ങൾ അത് അവർക്ക് അപകടകരമാവും എന്ന ഭയപ്പാട് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളത് മാറ്റിവെച്ചു. നിങ്ങളോ? നിങ്ങൾ പറയുന്നത് ജനങ്ങൾ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നാണ്. ആദ്യം എഫക്റ്റഡ് പാർട്ടി അറിയണ്ടേ സർ? ഞങ്ങൾ ചില വീടുകളിൽ ചെന്നപ്പോൾ അവിടെ മഞ്ഞ ഇൻഡു ഇട്ടിരിക്കുന്നു. ആ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു മഞ്ഞ ഇൻഡു, എന്താണ് ഈ വീട് പോകാൻ പോവുകയാണ്. ഒരു പ്രവാസി 2 നില വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ ഒരു മഞ്ഞ ഇൻഡു. അയാൾ ചോദിക്കുന്നത് ഞാൻ ഇത് തീർക്കണോ അതോ ഇട്ടേച്ച് പോകണോ? എന്താണ് ചെയ്യേണ്ടത് സർ? പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയിന്ന് ഉള്ളൊരു ധാരണ തെറ്റാണ്. ഷംഷീർ ഏതായാലും ഈ അങ്ങ് നാവിനെ മാത്രം എക്സസൈസ് ചെയ്താൽ പോരാ, അങ്ങ് ബോഡിക്കും കൂടി ചെയ്യണം. ഇവിടെ ഞാൻ പറയുന്നത് പണമാണോ സർ വലുത്? ഈ പണം അവർക്ക് നൽകി അവരെങ്ങോട്ട് പോകും? എവിടെയാണ് ഭൂമിയുള്ളത് സർ? ഏത് ഭൂമിയിലേക്ക് പോകും? അവർക്ക് വയനാട് കയറാൻ പറ്റുമോ? അവർക്ക് ഇടുക്കി കയറാൻ പറ്റുമോ? അവർക്ക് ഏതെങ്കിലും രാജ്യത്ത് മാറ്റിക്കൊടുത്താൽ മതിയോ? മാത്രമല്ല, കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെക്കാൾ കഷ്ടം കുടിയൊഴിപ്പിക്കപ്പെടാത്തവരാണ്. ലാബ്രിന്ത് എന്ന് പറയുന്ന പോലെ ഇപ്പുറത്ത് കടലും ഇപ്പുറത്ത് റെയിലും അപ്പുറത്ത് റോഡും, ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു ജനമുണ്ട്. ആ ജനത്തിന് നമ്മളൊന്നും കൊടുക്കുന്നുമില്ല. അവൻ്റെ അവസാനമായി അതിനകത്ത് കുടുങ്ങിക്കിടക്കുക. ലാബ്രിന്ത് എന്ന് പറയുന്നതാണ് ആ പദം ഉപയോഗിക്കാൻ നല്ലത് സർ. ഇതുപോലെയുള്ള അതേപോലെ സർ ഈ മീറ്റർ ഗേജ് ഇവിടെ പിന്നെ ബ്രോഡ് ഗേജിൽ നിന്നും സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറ്റേണ്ട ആവശ്യം എന്താ സർ? ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പൈസയെ അതിനാവുള്ളൂ. കിലോമീറ്ററിന് 80 കോടി രൂപയാവുള്ളൂ. ഇതിപ്പോൾ കിലോമീറ്ററിന് 120 കോടിയാവും. അത് കൂടിക്കഴിഞ്ഞാൽ 240 കോടിയോളം വരുമെന്നാണ് നീതി ആയോഗ് പറയുന്നത്. മാത്രമല്ല 5 വർഷം കൊണ്ട് ഇത് തീർക്കാൻ പറ്റും എന്ന് പറയുന്ന നിങ്ങൾ തന്നെ കൊടുത്ത ഷെഡ്യൂൾ 6 വർഷം 7 വർഷം കൊണ്ട് തീർക്കുന്ന ഷെഡ്യൂളാണ്. എന്നിട്ട് ആ കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചിരിക്കുക, നിങ്ങൾ ഇതിൽ ഒന്നിൽ ഉറച്ചു നിൽക്ക്, 4 കൊല്ലം കൊണ്ട് തീർക്കുന്നതാണോ, നിങ്ങൾ തന്ന ഷെഡ്യൂൾ പ്രകാരം 6 or 7 കൊല്ലം കൊണ്ട് തീർക്കുന്നതാണോ നിങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് പറയണം. മാത്രമല്ല അങ്ങൊരു കത്ത് പറഞ്ഞല്ലോ. ഇപ്പം ആരുടെ കത്തായിരുന്നത്? ഫിനാൻസ് മിനിസ്റ്ററുടെ കത്ത്. ആ കത്തിൻ്റെ തുടക്കം എന്താണെന്നറിയോ സർ? തുടക്കം പറഞ്ഞിരിക്കുന്നത് DAL ongoing proposals worth approximately 5,000 crores and 8 projects in the pipeline worth approximate 37,300 crores. The screening committee decided to drop the proposal, advising the state government that the existing pipeline projects may be conducted before taking up new projects. അവർ ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്ന പ്രോജക്റ്റ് ആദ്യം തീർക്ക്, അതിനുശേഷം അതുകൊണ്ട് വി ആർ ഡ്രോപ്പിംഗ് ഇറ്റ് എന്നാണ് ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം പറഞ്ഞ കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല അങ്ങ് തന്നെ ഇവിടെ മറുപടി നൽകിയതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കട എടുക്കാൻ പോവാണ്. 90% നമ്മൾ ആ കട എടുക്കാൻ പോവാണ്. ജിക്കയിൽ നിന്ന് 33,000 രൂപയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 33,000 കോടി. സർ, ഇത് ഫീസിബിൾ ആകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിൽ 637 ആൾക്കാരെ ഒരു സമയത്ത് പോകാൻ പറ്റും. മാത്രമല്ല അതിൽ ടിക്കറ്റിൻ്റെ ചാർജ് 1000 രൂപയാണ്. 1400. എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പം കിഫ്ബിയിൽ നിന്നെടുക്കുന്ന കടത്തിൻ്റെ പലിശ പോലും കൊടുക്കാൻ കഴിയില്ല. അപ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് അങ്ങ് തന്നെ ചോദിച്ച ചോദ്യത്തിനും അങ്ങ് മറുപടി നൽകിയിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് സർ, സബ്ജക്റ്റ് മാത്രമേ പറയുന്നു. അതുപോലെ 2020 സാമ്പത്തിക മന്ത്രാലയത്തിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി പദ്ധതി പരിശോധിക്കുകയും പദ്ധതിയുടെ വായ്പ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് പദ്ധതിയുടെ
സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വായ്പയിൽ തിരിച്ചടക്കൽ പരാജയപ്പെട്ടാൽ ആ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന അണ്ടർടേക്കിംഗ് നൽകണമെന്നാണ്. ഇത് നമ്മളെ ഗവൺമെൻറ്റിനെ ബാധിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇത് SPV കൊണ്ട് നടക്കുന്നതാണല്ലോ പറഞ്ഞത്. SPV ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് അടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ സർ? കേരള ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഈ 33,000 കോടിയും ഇപ്പോൾ ഉള്ള എല്ലാ കോടികളും കൂട്ടിയാൽ ഇനി ജനിക്കാരിക്ക് അങ്ങ് പറഞ്ഞല്ലോ ഭാവിയെക്കുറിച്ച് ഓർക്കണം. ആ ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന കുട്ടി 10 ലക്ഷത്തിൻ്റെയൊക്കെ ബാധ്യതയോടുകൂടി ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ് സർ അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഫീസിബിളായ പ്രോജക്റ്റ് കൊണ്ടുവരാം. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം സബർബൻ റെയിൽവേ പറഞ്ഞിരുന്നു. സോ 100 ഏക്കർ ലാൻഡ് എടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക ചെങ്ങന്നൂരിൽ നിന്ന്. അല്ലെങ്കിൽ വേറെ പല മാർഗങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങയോട് ഞങ്ങൾ പറയുന്നത് ചർച്ച ചെയ്യാമെന്നാണ്. പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ വികസനമേ വേണ്ടെന്ന് പറയില്ല. നമുക്ക് ബദൽ ഒരു ചർച്ചയിലൂടെ പ്രതിപക്ഷം തയ്യാറാണ് സർ. പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഒക്കെ അതിന് തയ്യാറായിരിക്കുന്നവരാണ്. ഒരു ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബദൽ സാധ്യതകളെക്കുറിച്ച് ആലോചിച്ച് കേരളത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ വേഗത്തിൽ പോകുന്ന പല പദ്ധതികളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. സർ, ഈ പദ്ധതി അങ്ങ് നിർത്തിവെക്കണമെന്നും ഇത് ജനങ്ങൾക്ക് വല്ലാത്ത ആശങ്ക നിലനിൽക്കുന്ന കാര്യമായതിനാൽ ഇത് പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. സഭ നിർത്തിവെച്ചത് ചർച്ച ചെയ്യണം, ശക്തമായ ഭാഷയിൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. സർ, ബഹുമാനായ MK മുനീറിൽ നിന്ന് ഇത്തരമൊരു വാദഗതി കേൾക്കാനിടയായത് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. പുതിയ ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായി അങ്ങനെയൊരു നിലപാട് വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഇത്തവണ നിയമസഭയിൽ വരുന്നതിന് മുൻപ്, ഇത്തവണ വെച്ചാൽ കഴിഞ്ഞ തവണയാണല്ലോ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്നത്, ആ സമയത്തൊരു കൂട്ടറുമായിട്ടൊരു സംസാരം ഞാനുണ്ടായിരുന്നു. അത് ഡോക്ടർ മുനീറും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ വന്നതാണ് അവർ. ചർച്ച ചെയ്യാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവരെ അറിയുമെന്നറിയില്ല, ഇവർ ഞങ്ങളെ യുവജന വിഭാഗമാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ഇവരല്ലേ എല്ലാ വിധത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടന്നവർ. നാടിൻ്റെ ഏത് നല്ല കാര്യത്തെ എതിർക്കാനല്ലേ ഇവർ നിൽക്കുന്നത്. ആരാണെന്ന് അങ്ങക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതാരെക്കുറിച്ചാണെന്ന്. ആ തരത്തിലേക്ക് അങ്ങ് മാറുന്നത് അങ്ങേയറ്റം വേദനാകരമായൊരു കാര്യമാണ്. അതാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായും പറയാനുള്ളത്. സർ, ഇവിടെ ഞങ്ങൾ നല്ലൊരു നിർദ്ദേശം നേരത്തെ വെച്ചിരുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ശരിയാണ്. UDF ഇത്തരമൊരു പാത നേരത്തെ ആലോചിച്ചിരുന്നു. പക്ഷെ അത് സെമി ഹൈസ്പീഡല്ല, ഹൈസ്പീഡ് റെയിൽവേ ആയിരുന്നു. സർ, എന്തുകൊണ്ടാണ് ആ ഹൈസ്പീഡ് അല്ലാതെ സെമി ഹൈസ്പീഡ് റെയിൽവേ ആയത്? അന്ന് ഡോക്ടർ മുനീറും മന്ത്രിസഭയിൽ അംഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പ്രോജക്റ്റ് UDF മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ ഹൈസ്പീഡ് റെയിൽവേയാണ് വന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ആഘാതം, അതിനെക്കുറിച്ച് അദ്ദേഹം അറിയാതിരിക്കില്ല. ഇപ്പോൾ സാമ്പത്തിക കാര്യം എടുക്കാം.
ഹൈസ്പീഡ് റെയിൽവേ 1 കിലോമീറ്റർ പണിയണമെങ്കിൽ 280 കോടി രൂപയാണ് ചെലവ് വരിക. ഇപ്പോൾ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന സെമി ഹൈസ്പീഡ് റെയിൽവേക്ക് 120 കോടി രൂപയാണ് ചെലവ് വരിക. സർ, ഹൈസ്പീഡ് റെയിൽവേയിലെ ടിക്കറ്റ് നിരക്ക് ഇന്നല്ല അന്ന് കിലോമീറ്ററിന് 6 രൂപയായിരുന്നു. ഇപ്പോൾ സെമി ഹൈസ്പീഡ് റെയിൽവേയിൽ ടിക്കറ്റ് നിരക്ക് 2 രൂപയാണ്. സർ, കേരളം പോലുള്ള സംസ്ഥാനത്ത് ജനസാന്ദ്രത കൂടുതലാണല്ലോ. ഹൈസ്പീഡ് റെയിൽ പുറപ്പെട്ടിട്ട് നിർത്താനുള്ളൊരു സ്ഥലം കാണുമല്ലോ, അത് ആ സ്പീഡിലാണല്ലോ വരിക. നമുക്ക് കൂടുതൽ സ്റ്റോപ്പ് വേണമല്ലോ. കേരളത്തിൽ ഒരു സ്റ്റോപ്പ് കൊണ്ട് നമ്മൾ തൃപ്തരാകുമോ? ഒന്നല്ല 2, തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതിന് പുറമേ 1 or 2 സ്റ്റോപ്പ് കൊണ്ട് നമുക്ക് തൃപ്തരാകാൻ പറ്റും. ഹൈസ്പീഡാകുമ്പോൾ അതിനേ സാധ്യതയുണ്ടാവും. അപ്പോൾ സ്റ്റോപ്പുകൾ കൂടുതൽ അനുവദിക്കേണ്ടി വരും എന്നത് നാം കാണേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് കണ്ടത്. സർ, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഓരോ 50 കിലോമീറ്ററിലും സ്റ്റോപ്പുകളുള്ളതിനാൽ ഈ പറഞ്ഞ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിയാണ് പ്രായോഗികമായിട്ടുള്ളത്. ഇതിന് നമ്മൾ 11 പദ്ധതികളാണ് 11 സ്റ്റോപ്പുകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. സ്റ്റേഷനുകൾ തമ്മിലുള്ള കുറഞ്ഞ അകലം കാരണം ഹൈസ്പീഡ് ട്രെയിനിന് 300-500 കിലോമീറ്റർ വേഗത കൈവരിച്ചുകൊണ്ട് ഓടാൻ കഴിയുന്ന ദൂരം വളരെ പരിമിതമായിരിക്കും. ഇക്കാരണത്താൽ ഇരു ട്രെയിനുകളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകില്ല. ഉദാഹരണം, എറണാകുളം തിരുവനന്തപുരം വരെ ഹൈസ്പീഡിൽ 62 മിനിറ്റ് വേണ്ടി വരും ഈ സ്റ്റോപ്പുകളോടുകൂടി ആണെങ്കിൽ. ഇതേ ദൂരം 85 മിനിറ്റ് കൊണ്ട് സെമി ഹൈസ്പീഡ് ട്രെയിൻ സഞ്ചരിക്കും. ഇതാണ് നാം കാണേണ്ട കാര്യം. അപ്പോൾ ചെറിയ തോതിലുള്ള മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇവിടെ വരുന്നത്. ഇത്തരമൊരു പല കാരണങ്ങളാലാണ് നിങ്ങളെ പദ്ധതി ഈ ഹൈസ്പീഡ് വേണ്ടെന്നും ഈ അർദ്ധ അതിവേഗ റെയിൽ സെമി ഹൈസ്പീഡ് റെയിൽ മതി എന്നതും എടുക്കാൻ കാരണം. സർ, ഇവിടെ ഇത്തരത്തിൽ ഇതിനെ എതിർക്കുന്ന ആളുകളെക്കുറിച്ച് എന്തോ തെറ്റായ ചിത്രീകരണം ഞങ്ങൾ നടത്തുന്നുവെന്ന് പറയുകയുണ്ടായി. സർ, ഭൂമിക്ക് വേണ്ടി സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ വലിയ തോതിലുള്ള വികാരപരമായ ഇടപെടലുകൾ വരും. ഭൂമി അധികമില്ല, ഉള്ള ഭൂമി നഷ്ടപ്പെടുന്നതിനോട് ആർക്കായാലും പെട്ടെന്ന് യോജിപ്പുണ്ടാവില്ല. അതൊക്കെ വസ്തുതയാണ്. പക്ഷെ നാം കാണേണ്ടത് ഇത്തരമൊരു പദ്ധതി ആവശ്യമില്ലേ എന്നുള്ളതാണ്. അപ്പോൾ പദ്ധതി ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? അവർക്കുണ്ടാകുന്ന പ്രയാസം ലഘൂകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രയാസപ്പെട്ടോളൂ, ഞങ്ങൾ ഭൂമിയും എടുക്കുകയാണ് എന്ന മനോഭാവം സ്വീകരിക്കാനേ പറ്റില്ല. അപ്പോൾ അവരുടെ പ്രയാസം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പ്രയാസം ലഘൂകരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കവർന്നെടുക്കൽ എന്ന നിലയല്ല ഇത്. അവരിൽ പലരും നല്ല മനസ്സോടെ തന്നെ ഇത് നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്, എനിക്ക് വിഷമമുണ്ടെങ്കിലും നാടിൻ്റെ ഭാവിക്ക് ഇത് ആവശ്യമാണ് എന്ന ചിന്തയോടെ സ്വയമേവ ഏൽപ്പിക്കാൻ തയ്യാറാകുന്ന
നല്ലൊരു ഭാഗം ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും എന്നതാണ് നാം കാണേണ്ടത്. സർ, ഇവിടെ ചെലവുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് വിശദമായ പദ്ധതി റിപ്പോർട്ട് അനുസരിച്ച് ഇത് സ്ഥാപിക്കുന്നതിന് 63,940 കോടി 67 ലക്ഷം രൂപയാണ് ചെലവ്. സർ, ഇതിൽ 6,085 കോടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ട നികുതി ഒഴിവുകളാണ്. 975 കോടി രൂപ റെയിൽവേ ഭൂമിയുടെ വിലയാണ്. ഇതിനു പുറമെ 2,150 കോടി രൂപയാണ് കേന്ദ്ര റെയിൽവേ വിഹിതം. സംസ്ഥാന സർക്കാർ 3,225 കോടി രൂപയാണ് വഹിക്കുക. 4,252 കോടി രൂപ പൊതുജന ഓഹരി പങ്കാളിത്തത്തിലൂടെ സമാഹരിക്കും. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 33,700 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചുരുങ്ങിയ പലിശയിൽ വായ്പ തരുന്ന ADB, ജൈക്ക, AIB, KFW എന്നിവരെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വഴി സമീപിച്ചിട്ടുണ്ട്. വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനസമാഹരണത്തിനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കലിന് ആവശ്യമായ 13,362 കോടി രൂപക്കായി സംസ്ഥാന സർക്കാർ വിഹിതം ഹഡ്കോ, കിഫ്ബി, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചർച്ചകൾ പുരോഗമിച്ചു വരുന്നു. സർ, കൊച്ചുവേളി മുതൽ ചെങ്ങന്നൂർ വരെയുള്ള ഭാഗത്ത് ഒന്നാം ഘട്ട ഭൂമി ഏറ്റെടുക്കലിനായി ഹഡ്കോ ഇതിനകം തന്നെ 3,000 കോടി രൂപയുടെ വായ്പ അനുവദിച്ചു കഴിഞ്ഞു. കണ്ണൂർ കൊച്ചി വിമാനത്താവള വികസന മാതൃകയിൽ പൊതുജന നിക്ഷേപവും കൊണ്ടുവരാൻ ഇതിൽ സാധിക്കുന്നതുമാണ്. സർ, ഇവിടെ നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കുകയുണ്ടായി കെട്ടിടങ്ങൾ എത്രയാണ് ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കേണ്ടി വരിക എന്നുള്ളത്. പക്ഷേ ബഹുമാനായ മുനീർ വീണ്ടും അത് ആവർത്തിക്കുന്നതായിക്കൊണ്ട്. സർ, വീടുകളും കെട്ടിടങ്ങളും വൻതോതിൽ തകരുമെന്നത് ഒരു പ്രചരണം മാത്രമാണ്. ഇപ്പോൾ 9,314 ഓളം കെട്ടിടങ്ങളാണ് ഈ പാതയിൽ വരുന്നത്. ഇവ തന്നെ പരമാവധി കുറക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിൽ വീടുകളും കെട്ടിടങ്ങളും പരമാവധി ഒഴിവാക്കാനാകുമോ അത് നോക്കുന്നുണ്ട്. വീടുകൾ പൊളിക്കാതെ മാറ്റി സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ പ്രായോഗികമാണോ അതും പരിശോധിക്കുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ കുറക്കുന്നതിൻ്റെ ഭാഗമായി കട്ട് ആൻഡ് കവർ നിർമ്മാണ രീതിയും ഇതിൽ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സർ, ഭൂമി ഏറ്റെടുക്കുമ്പോൾ പുനരധിവാസ നിയമപ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ വിപണി വിലയുടെ പരമാവധി 4 ഇരട്ടി, നഗരങ്ങളിൽ 2 ഇരട്ടി ആ തുകയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുക. അപ്പോൾ 13,265 കോടി രൂപയാണ് സ്ഥലമേറ്റെടുക്കലിനും നഷ്ടപരിഹാരത്തിനുമായി കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ 1,730 കോടി രൂപ പുനരധിവാസത്തിനാണ്, 4,460 കോടി രൂപ വീടുകളുടെ നഷ്ടപരിഹാരത്തിനുമാണ് നീക്കി വച്ചിട്ടുള്ളത്. സർ, ഇതുമായി ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള ചർച്ച ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്.
സർ, ഇവിടെ ബഹുമാനായ മുനീർ പറയുകയുണ്ടായി, പ്രായോഗിക അനുഭവമില്ലാത്ത അക്കാദമിഷ്യൻസിൻ്റെ ഉപദേശങ്ങൾ അത് ശ്രദ്ധിക്കണം. നന്ദി, ആ ഉപദേശത്തിന് നന്ദി. ഏത് ഉപദേശത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ വേണോ? 63,000 കോടി രൂപയാണ് കേരളം ഇതിന് ചെലവ് വരുന്നത്. നീതി ആയോഗ് അതിനേക്കാൾ കൂടുതൽ 1,25,000 പറയുന്നത്. സാർ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം ഇതിന് അനുമതി നിഷേധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അപ്പം റെയിൽവേ മന്ത്രാലയം ഈ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ടോ, ആ വിവരം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് വ്യക്തമാക്കാം. സർ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. റെയിൽവേ ഇക്കാര്യത്തിൽ തത്വത്തിൽ അനുമതി നൽകിക്കഴിഞ്ഞു. ബാക്കി അനുമതിയുടെ കാര്യങ്ങൾ ഒരു നെഗറ്റീവായ നിലയല്ല, അങ്ങേയറ്റം പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അനുമതി ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലും സംശയിക്കേണ്ടതായിട്ടില്ല. പിന്നെ പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ നില, അതും നേരത്തെ ഞാൻ വ്യക്തമാക്കിയതാണ്. ലോകത്തിൽ ഏറ്റവും സുരക്ഷിതവും സുഖപ്രദവും അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞതുമായ ഗതാഗത സംവിധാനമാണ് റെയിൽവേ. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ MOEFFൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമില്ലാത്തത്. അത് കേന്ദ്ര നിർദ്ദേശം തന്നെയാണ്, പരിസ്ഥിതി പഠനം ആവശ്യമില്ലാത്തത്. എങ്കിലും വികസനം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാവണം എന്നതുകൊണ്ടാണ് ഇത്തരമൊരു പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ നാം തയ്യാറായത്. മാത്രമല്ല, പശ്ചിമഘട്ട മലനിരകളെയും അതുപോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പാത ഒരുക്കിയിട്ടുള്ളത്. CRZ സോണുകളെയും കണ്ടൽക്കാടുകളെയും കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മുടെ ദേശീയപാതയേക്കാൾ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് മാത്രമല്ല, ഭൂമിയുടെ പകുതി മാത്രമേ ഇതിനാവശ്യമായി വരികയുള്ളൂ. സർ, ഇത് ഉണ്ടായാലുണ്ടാകുന്ന സൗകര്യം നാം ആലോചിക്കേണ്ടതല്ലേ? ബഹുമാനായ മുനീർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഭാഗമായി ഭാവിക്ക് നഷ്ടമല്ല ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെടുത്താൽ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ഇത് എത്രയാണല്ലോ നല്ലതുപോലെ വികസിച്ച 3 കേന്ദ്രങ്ങൾ. ഇവിടുന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുണ്ട്. സർ, തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ എറണാകുളത്തൊരു സ്ഥാപനത്തിൽ ജോലിയെടുക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ അവിടെ താമസിച്ചേ ജോലിയെടുക്കാൻ പറ്റും. ഇത് യാഥാർത്ഥ്യമായാലോ, രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ ജോലി സ്ഥലം എറണാകുളത്ത് 2 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരും. വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്കും തിരിച്ചെത്തും. ഇതാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ വരുന്ന യാത്രക്കാർ, വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവർ, അവരെല്ലാം ഈ യാത്ര നല്ലതുപോലെ നടത്താൻ തയ്യാറാകും. ഈ സൗകര്യം എതിർക്കാനുള്ള മനസ്ഥിതി വന്നാൽ പിന്നെ എന്തിനേയും എതിർക്കുക എന്നുള്ള നില വരും. അതിൻ്റെ ഭാഗമായാണ് പിറുപിറുക്കലുകൾ വരുന്നത്. അതൊരു പ്രത്യേക മനസ്ഥിതിയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നാട്ടിൽ വരുന്ന മാറ്റമാണ് ഉദ്ദേശിക്കേണ്ടത്, കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ റോഡുകളുടെ വികസനം വന്നപ്പോൾ ആ വികസനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ എതിർപ്പുകളുണ്ടായിരുന്നല്ലോ. പക്ഷേ നമുക്ക് കാര്യങ്ങൾ പറയാനും ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ലേ? അതിൻ്റെ ഭാഗമായിട്ട് നാടിൻ്റെ വികസനം കൂടുതലാകുമ്പോൾ
ഈ വികസിച്ച് വന്ന റോഡിൽ തന്നെയുള്ള വാഹനങ്ങളുടെ പെരുപ്പമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സമയം ഈ പറഞ്ഞ വികസിത റോഡിൽ പോലും ഉണ്ടാകാനാണ് പോകുന്നത്. അപ്പോൾ ഇത്തരമൊരു റെയിൽ എന്നത് ഒഴിച്ചുകൂടാത്തൊരു കാര്യമാണ്. ഇവിടെ നിലവിലുള്ള റെയിൽവേ ലൈനുകളുടെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നിലവിലുള്ള പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ ഇതുവഴി ഇപ്പോൾ ഓടുന്ന ട്രെയിനുകൾക്ക് കൃത്യസമയം പാലിക്കാൻ കഴിയും. ചില പുതിയ ട്രെയിനുകളെയും ഓടിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ കൂടുതൽ വേഗതയിൽ ഓടിക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു വിഷമകരമായ സാഹചര്യം. ഇതിന് സമാന്തരമായി പാത ഉണ്ടാക്കിയാൽ വളവുകൾ, തിരിവുകൾ, കയറ്റിറക്കങ്ങൾ ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടുതലായിട്ട് ഈ പല പ്രദേശത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ വണ്ടിക്ക് ട്രെയിനിന് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ വേഗത ലഭ്യമാകണമെങ്കിൽ നല്ല രീതിയിൽ വളവുകളും തിരിവുകളും ഇല്ലാത്ത പാത ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് പുതിയ പാതയെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നത്. തിരൂരിന് ഇപ്പുറത്തെടുക്കുമ്പോൾ ഈ പറയുന്ന വിഷമകരമായ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ച് വിട്ടുകൊണ്ടുള്ള പാത എടുക്കേണ്ടി വന്നത്. എന്നാൽ കാസർഗോഡ് മുതൽ തിരൂർ വരെ ഏറെക്കുറെ സമാന്തരമായിട്ട് തന്നെ വരാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് സമാന്തരമായി ആ പാത ഉണ്ടായത്. സർ, അതുകൊണ്ട് ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. ഇത് നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യമായ ഒന്നായിരിക്കും. നല്ല രീതിയിൽ നാട് സ്വീകരിക്കുന്ന ഒന്നായിരിക്കും. ഇവിടെ യാത്രക്കാരുണ്ടാകുമെന്നുള്ള ആശങ്കയൊന്നും ഉണ്ടാകേണ്ടതില്ല. ഇതിൽ നല്ലതുപോലെ നിറഞ്ഞ് യാത്രക്കാരുണ്ടാകുമെന്നതിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല. സർ, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള റെയിലുകൾ വന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് ചിലയിടങ്ങളിൽ വന്നു കഴിഞ്ഞു. നമ്മൾ പിന്നെയും ഇനിയും പുറകോട്ട് പോകണം എന്ന് ചിന്തിക്കരുത്. കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാകണം. ആ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ഇതുമായി എല്ലാ രീതിയിലും സഹകരിക്കുക. ഇത്തരത്തിൽ ഈ പ്രശ്നം നിയമസഭയിലൂടെ നാടിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരവസരം സൃഷ്ടിക്കുന്നതിന് ഈ പ്രമേയം കൊണ്ട് സാധിച്ചു എന്നത് നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല എന്നാണ് അറിയിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു.